ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമുനാണ്. സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ നമുക്ക് പാൽപ്പൊടി വെച്ചിട്ട് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അതോട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ റവ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1.5 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് പാൽപ്പൊടിയായാലും കുഴപ്പമില്ല, ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തേക്കും എത്തത്തക്ക രീതിയിൽ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന അതുപോലെ തന്നെ നനയ്ക്കുക. എന്നിട്ട് നമ്മൾ പോരാത്തതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, ഒരുമിച്ച് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കൂടി പോവും. പാൽപ്പൊടിയാണ്. അപ്പോൾ കുറേശ്ശെ ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. കുഴച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇതാ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുഴച്ചെടുത്ത ഉടനെ തന്നെ കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും പുരട്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുക. എത്ര വലുപ്പം വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് വലുപ്പം ആക്കണ്ട, കാരണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഷുഗർ സിറപ്പിലും കൂടി ഇടുമ്പോൾ ഇത് ഒരുപാട് വലുതാവും. ഇത് ഈ വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കയ്യിൽ ഓയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട്. ഞാൻ നെയ്യാണ് ആക്കിയത്, എന്തായാലും കുഴപ്പമില്ല. ഫ്രൈ ചെയ്യാൻ ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വെളിച്ചെണ്ണയല്ല. ലോ ഫ്ലെയിമിലിടുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം തിരിച്ചും മറിച്ചും ഇടുക. ലോ ഫ്ലെയിമിലാക്കണം നിർബന്ധമായിട്ടും, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പാൽപ്പൊടിയാണ്, അകത്ത് വേവാത്ത പ്രശ്നവും വരും. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ കോരിയെടുക്കുക. ഇപ്പോൾ നമുക്കിതിങ്ങനെ ഹാർഡായിട്ട് തോന്നും, പക്ഷേ ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പരുവത്തിലേക്ക് തന്നെ വരും. ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അവിടെ തിളപ്പിക്കണം. അപ്പോഴാണ് ശരിക്കും ആ പഞ്ചസാര പാനിയൊക്കെ അതിൻ്റെ അകത്തേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ബാച്ച് ആയിട്ടാണ് ചെയ്തത്. 6-7 അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് അവിടെ തിളച്ചുകൊണ്ടിരിക്കണം, അത് ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ഇതാ കണ്ടോ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ഷുഗർ സിറപ്പിൽ കുറച്ച് സമയം കിടന്നു കഴിയുമ്പോൾ ഇത് ഒന്നിങ്ങ് വലുതാവും. പഞ്ചസാര പാനിയൊക്കെ അകത്തേക്ക് പിടിച്ച് നല്ലൊരു പരുവത്തിൽ വരും. ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതാ സെർവ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ പിസ്ത പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഞാൻ വെറുതെ ഒന്ന് ചെയ്തതാണ്. ഇതാ കണ്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണ ഗുലാബ് ജാമുൻ റെഡിയായി. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അകത്ത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കണ, നന്നായിട്ട് വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തന്നെ ഈസി ആയിട്ട് വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഐറ്റമാണിത്. പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്